വായിച്ച് വായിച്ച് വലുതായിപ്പോയ കുറേ നോവലുകളുണ്ട്. അതൊക്കെ നമ്മെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെയൊക്കെ ഒന്ന് എഴുതാൻ കഴിയുമോ? ഇപ്പോൾ ഈ വർഷം തന്നെ തപോമയിയുടെ അച്ഛൻ വായിച്ച് ഞാനാകെ ട്രോമയിലായിപ്പോയി. ആ വായിച്ചുകൊണ്ടിരുന്ന ദിവസങ്ങളും പിന്നീടുള്ള ദിവസങ്ങളും. ഞാനെന്നിട്ട് ഈ സന്തോഷ് കുമാറിനെ വിളിച്ചു, സന്തോഷേട്ടനെ വിളിച്ചു. സന്തോഷേട്ടനാണ് വെള്ളാർമല GVHSS എന്ന കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ അധ്യക്ഷനായി ഇരുന്നത്. ആ ഒരു അടുപ്പം സന്തോഷേട്ടനുമായിട്ടുണ്ട്. തൃശ്ശൂർക്കാരനാണല്ലോ. സന്തോഷേട്ടനെ വിളിച്ചു. സന്തോഷേട്ടൻ അന്നാണ് വയലാർ അവാർഡ് പ്രഖ്യാപിക്കപ്പെടുന്നത്. ഉച്ചയ്ക്കാണ് ഞാൻ സന്തോഷേട്ടനെ വിളിക്കുന്നത്. സന്തോഷേട്ടൻ ആരുടെയും ഫോൺ എടുക്കുന്നില്ല. കാരണം അന്ന് മുഴുവൻ ചാനലുകളുടെ മുന്നിലാണ്, ബൈറ്റ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി 11 മണിക്ക് ശേഷവും ഈ മനുഷ്യൻ ഓൺലൈനിലുണ്ട് എന്ന് കണ്ട് ആ മനുഷ്യൻ എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും നോർമലായിട്ട് ഞങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നത്? കാരണം ഞാനിപ്പോഴും നോർമലായിട്ടില്ല. ആ നോവൽ വായിച്ച് അതിലൂടെ ജീവിച്ച് എനിക്കിപ്പോഴും നോർമലാകാൻ സാധിക്കുന്നില്ല. ഞാനതിൻ്റെ ട്രോമയിലാണ്. പക്ഷേ ഇത്രയും കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് ആ ലോകം തന്നെ സൃഷ്ടിച്ച ഒരു റൈറ്റർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കെങ്ങനെ ഇത്രയും നോർമലായിട്ട് ഞങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നു സന്തോഷേട്ടാ എന്ന് ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു. ചിരിയോടുകൂടി, നിറഞ്ഞ ചിരി മാത്രം മറുപടി നൽകി ആ രാത്രി ഞങ്ങൾ പിരിഞ്ഞു. അപ്പോൾ ഇത്തരം നോവലുകൾ, പട്ടുനൂൽപ്പുഴു, അഖേദ, അങ്ങനെ ഒരുപാട്, ആത്രേയകം, ഈ വർഷം തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് നോവലുകൾ പിറന്നു. ഇതിനു മുന്നിൽ ഞാനെന്തെഴുതാൻ എന്ന ഒരു ചോദ്യമാണ് എന്നെ വല്ലാതെ അലട്ടിയത്.